2004 മാർച്ച്. ജമ്മു കശ്മീരിലെ ഷൂപ്പിയാൻ ജില്ല. പുറത്ത് കൊടും തണുപ്പാണ്. മഞ്ഞുമൂടിയ താഴ്വരകൾക്കിടയിലെ ആ ചെറിയ മുറിക്കുള്ളിൽ കത്തുന്ന മൺചൂളയിൽ നിന്നുമുയരുന്ന ആവി പടർന്നു പിടിക്കുന്നു. ആ മുറിയിൽ ഒരു വിചിത്രമായ നിശബ്ദത തളം കെട്ടി നിൽക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്നത് ഹിസ്ബുൽ മുജാഹിദിന്റെ ഏറ്റവും അപകടകാരികളായ 2 കമാൻഡർമാരാണ്, അബു തോരാരയും അബു സബ്ജാറും. അവർക്കിടയിൽ പുതിയൊരു മുഖമുണ്ട്. സംഘടനയിലേക്ക് അടുത്തിടെ ചേർന്ന ഇഫ്തിക്കാർ ഭട്ട്. 2 ആഴ്ച മുൻപാണ് ഇഫ്തിക്കാർ അവരെ കാണുന്നത്. 3 വർഷം മുൻപ് സൈന്യം എന്റെ സഹോദരനെ കൊന്നു, എനിക്ക് പകരം വീട്ടണം എന്ന അവന്റെ വാക്കുകൾ അവർ വിശ്വസിച്ചു. അടുത്ത ദിവസം ഇന്ത്യൻ സൈനിക വ്യൂഹത്തിന് നേരെ നടത്തേണ്ട വലിയൊരു ആക്രമണത്തിന്റെ പ്ലാൻ പോലും ഇഫ്തിക്കാർ അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. പക്ഷേ ദൗത്യത്തിന്റെ അവസാന നിമിഷമെത്തിയപ്പോൾ എന്തോ ഒരു അപായം ത്വരാര മണത്തു. ഇഫ്തിക്കാറിന്റെ അമിതമായ ശാന്തത അവരെ ഭയപ്പെടുത്തി. ത്വരാരയുടെ പരുക്കൻ ശബ്ദം ആ നിശബ്ദതയെ കീറിമുറിച്ചു. ഇഫ്തിക്കാർ, ഞാൻ നിന്നോട് ഒരിക്കൽ മാത്രം ചോദിക്കുകയാണ്, നീ ആരാണ്? ഇഫ്തിക്കാർ മൗനം പാലിച്ചു. ത്വരാര വീണ്ടും അലറി, നീ ആരാണ്? പെട്ടെന്ന് ഇഫ്തിക്കാർ തന്റെ ഗ്ലാസ് താഴെ വെച്ചു. തോളിലിരുന്ന റൈഫൽ എടുത്ത് ത്വരാരയ്ക്ക് നേരെ നീട്ടി അവൻ പറഞ്ഞു, സഹോദര, എന്നെ സംശയമാണെങ്കിൽ ഇതാ ഈ തോക്കെടുത്ത് എന്നെ വെടിവെച്ചു കൊന്നോളൂ. ത്വരാര അമ്പരന്നുപോയി. അവൻ സബ്ജാറിന് നേരെ തിരിഞ്ഞ ആ നിമിഷം ഇഫ്തിക്കാർ തന്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന 9 mm പിസ്റ്റൽ പുറത്തെടുത്തു. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ വെടിയുണ്ടകൾ ആ കമാൻഡർമാരുടെ തല തുളച്ചു കയറി. ഭീകരർ വീണു. ആ കുടിലിന് പുറത്തിറങ്ങിയ ഇഫ്തിക്കാർ കുന്നിൻ മുകളിൽ ശാന്തനായിരുന്ന് ബാക്കിയുള്ള കഹുവ കുടിച്ചു തീർത്തു. അവൻ ഇഫ്തിക്കാർ ഭട്ടായിരുന്നില്ല. ഇന്ത്യൻ സൈന്യത്തിലെ ധീരനായ മേജർ മോഹിത് ശർമ്മയായിരുന്നു അത്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായ രാജേന്ദ്ര ശർമ്മയുടെയും ഡൽഹി വാട്ടർ ബോർഡിൽ ജോലി ചെയ്തിരുന്ന സുശീലയുടെയും മകൻ. മൂത്ത സഹോദരൻ മധൂരിനെ പോലെ മോഹിത്തും എഞ്ചിനീയറാകണമെന്നായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം. പക്ഷേ മോഹിത്തിന്റെ സ്വപ്നങ്ങൾ സൈനിക യൂണിഫോമിന് ചുറ്റുമായിരുന്നു. മൂത്ത സഹോദരന് സാധിക്കാതെ പോയ NDA സ്വപ്നം മോഹിത് തന്റെ ഉള്ളിൽ കുടിയിരുത്തി. മഹാരാഷ്ട്രയിലെ കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴും മോഹിത് മറ്റൊരു ലോകത്തായിരുന്നു. മറ്റുള്ളവർ അസൈൻമെന്റുകളിൽ തിരക്കിലായപ്പോൾ അദ്ദേഹം NDA ചോദ്യങ്ങൾ പഠിക്കുകയും കറന്റ് അഫയേഴ്സ് വായിക്കുകയും സ്വന്തം ശരീരത്തെ കരുത്തുറ്റതാക്കുകയും ചെയ്തു. പരീക്ഷ എഴുതി, പക്ഷേ ഫലം മാത്രം വന്നില്ല. സത്യത്തിൽ ഫലം വീട്ടിലെത്തിയിരുന്നു. മോഹിത് സൈന്യത്തിൽ ചേരുമെന്ന് ഭയന്ന മാതാപിതാക്കൾ അത് ബോധപൂർവം മറച്ചുവെച്ചു. ഫലം വരാത്തതിൽ അസ്വസ്ഥനായ മോഹിത് നേരിട്ട് UPSC ഓഫീസിലേക്ക് വിളിച്ചു. തന്റെ പേര് മെറിറ്റ് ലിസ്റ്റിലുണ്ടെന്ന വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ ഒരു വൈദ്യുത പ്രവാഹം പോലെ ആവേശം പടർന്നു. അദ്ദേഹം തന്റെ ഹോസ്റ്റൽ മുറി പൂട്ടി ചാവി സുഹൃത്തിന് കൊടുത്ത് ആരെയും അറിയിക്കാതെ ഭോപ്പാലിലെ ഇന്റർവ്യൂവിന് പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആ ദൃഢനിശ്ചയത്തിനു മുന്നിൽ മാതാപിതാക്കൾക്ക് തോറ്റുകൊടുക്കേണ്ടി വന്നു. പക്ഷേ അവസാന കടമ്പയിൽ മോഹിത് പതറി. ശാരീരിക പരിശോധനയിൽ അദ്ദേഹത്തിന് 6 കിലോ ഭാരം കുറവായിരുന്നു. അവിടെ മോഹിത്തിന്റെ രക്ഷകയായി അമ്മയെത്തി. മകന്റെ ആഗ്രഹം തന്റെ സ്വപ്നമായി ഏറ്റെടുക്ക ആ അമ്മ സ്വന്തം കൈകളാൽ തയ്യാറാക്കിയ ഭക്ഷണത്തിലൂടെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മോഹിത്തിന്റെ ഭാരം 8 കിലോ വർദ്ധിപ്പിച്ചു. ആ കടമ്പയും കടന്ന് ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ ഒരു ഇതിഹാസമായി മാറാൻ തന്റെ ലക്ഷ്യസ്ഥാനമായ പൂനെയിലെ NDA ട്രെയിനിങ്ങിലേക്ക് മോഹിത് ശർമ്മ യാത്രയായി. 1995 പൂണെയിലെ ഖടക് വാസ്ല ക്യാമ്പസ്. മോഹിത് ശർമ്മയുടെ കരിയറിലെ ഏറ്റവും നിർണായകമായ കേഡറ്റ് പരിശീലനം അവിടെ ആരംഭിച്ചു. NDA പഠനകാലത്ത് അദ്ദേഹം ഇന്ത്യ സ്ക്വാഡ്രൺ എഞ്ചിൻസിന്റെ അഭിമാനമായ അംഗമായിരുന്നു. ആ 3 വർഷത്തെ കഠിനമായ പരിശീലനകാലം മോഹിത്തിനെ ഒരു ഇരുമ്പു മനുഷ്യനായി മാറ്റുകയായിരുന്നു. മറ്റ് കേഡറ്റുകളിൽ നിന്ന് മോഹിത് തികച്ചും വ്യത്യസ്തനായിരുന്നു. ബോക്സിംഗ് റിങ്ങിലായാലും നീന്തൽ കുളത്തിലായാലും കുതിരസവാരിയിലായാലും മോഹിത് തന്നെയായിരുന്നു താരം. ബോക്സിംഗിൽ ഫെദർവെയ്റ്റ് വിഭാഗത്തിലും കുതിരസവാരിയിലും അദ്ദേഹം ചാമ്പ്യനായി. എന്നാൽ ഈ വീര്യത്തിനപ്പുറം മോഹിത്തിൽ ഒരു കലാകാരനുമുണ്ടായിരുന്നു. ഗിറ്റാറിലും മൗത്ത് ഓർഗനിലും സിന്തസൈസറിലും അദ്ദേഹം മാന്ത്രികത തീർത്തു. പരിശീലനത്തിന് ശേഷം താൻ പൂർത്തിയാക്കുന്ന ഓരോ നേട്ടങ്ങളും അദ്ദേഹം തന്റെ സഹോദരൻ മധൂറിനോട് പങ്കുവയ്ക്കുമായിരുന്നു. തനിക്ക് സാധിക്കാതെ പോയത് തന്റെ അനുജൻ നേടിയെടുക്കുന്നത് മധൂർ അതിയായ അഭിമാനത്തോടെയാണ് കേട്ടിരുന്നത്. 1999
മോഹിത് ഡെറാഡൂണിൽ പരിശീലനം നടത്തുന്ന കാലം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കാർഗിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ടെലിവിഷൻ സ്ക്രീനുകളിൽ തെളിയുന്ന യുദ്ധദൃശ്യങ്ങളും ഇന്ത്യൻ സൈന്യത്തിന്റെ വീരഗാഥകളും ആ യുവ കേഡറ്റിനെ ഓരോ നിമിഷവും ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നു. ബറ്റാലിയൻ കേഡറ്റ് അഡ്ജുറ്റന്റ് എന്ന പദവിയിലിരിക്കെ അന്നത്തെ രാഷ്ട്രപതി KR നാരായണനെ നേരിട്ട് കാണാനുള്ള അപൂർവ ഭാഗ്യവും മോഹിതിനെ തേടിയെത്തി. 1999 ഡിസംബർ 11 പരിശീലനം പൂർത്തിയാക്കിയ മോഹിത് ശർമ്മ ഹൈദരാബാദിലെ മെഡ്രാസ് റെജിമെന്റിന്റെ 5ാം ബറ്റാലിയനിൽ ലഫ്റ്റനന്റായി നിയമിതനായി. കമ്മീഷനിംഗ് രാത്രിയിലെ വിജയാഘോഷങ്ങൾക്കിടയിൽ ഒരു സഹപാഠി മോഹിതിനോട് ചോദിച്ചു, നിനക്കെവിടെയാണ് പോസ്റ്റിംഗ് വേണ്ടത്? ഒട്ടും ആലോചിക്കാതെ മോഹിത് മറുപടി നൽകി, ഭീകരരെ നേരിട്ട് നേരിടാനും യഥാർത്ഥ പോരാട്ടം നടത്താനും കഴിയുന്ന അതേ സ്ഥലത്ത്. എന്നാൽ നീ സ്പെഷ്യൽ ഫോഴ്സസിലേക്ക് പോകണം എന്ന സുഹൃത്തിന്റെ വാക്കിന് മോഹിത് ഉറപ്പിച്ചു പറഞ്ഞു, അതുതന്നെയാണ് എൻ്റെ പ്ലാൻ. ഇന്ത്യൻ സൈന്യത്തിന്റെ ഏറ്റവും എലീറ്റ് വിഭാഗമായ പാരാ SF, കൗണ്ടർ ഇൻസർജൻസി, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങി അതീവ അപകടകരമായ ദൗത്യങ്ങൾ മാത്രം നിർവഹിക്കുന്ന സേന. അവിടേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. 2000 ജമ്മു കാശ്മീരിലെ പൂഞ്ച് രാജൌരി സെക്ടറിൽ 38 നാഷണൽ റൈഫിൾസിനൊപ്പം സേവനമനുഷ്ഠിക്കുമ്പോൾ മോഹിത് തന്റെ കഴിവും ധൈര്യവും തെളിയിച്ചുകൊണ്ടിരുന്നു. പാരാ കമാൻഡോകൾക്കൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരം അദ്ദേഹത്തിന്റെ ആവേശം വർദ്ധിപ്പിച്ചു. 2002 അദ്ദേഹത്തിന്റെ വീരതയ്ക്ക് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് കമൻഡേഷൻ മെഡൽ ലഭിച്ചു. അടുത്ത വർഷം 2003 ജൂണിൽ തന്റെ സ്വപ്നം അദ്ദേഹം യാഥാർത്ഥ്യമാക്കി. കഠിനമായ കടമ്പകൾ കടന്ന് മോഹിത് ശർമ്മ 1 പാരാ സ്പെഷ്യൽ ഫോഴ്സസിന്റെ ഭാഗമായി. അതേ വർഷം ഡിസംബറിൽ അദ്ദേഹം ക്യാപ്റ്റനായി സ്ഥാനക്കയറ്റം നേടി. എന്നാൽ ആ സമയത്ത് കശ്മീർ താഴ്വര കത്തുകയായിരുന്നു. ഹിസ്ബുൽ മുജാഹിദീൻ യുവാക്കളെ വഴിതെറ്റിച്ച് ഭീകരതയുടെ വിഷം പടർത്തുന്ന കാലം. അബൂ സബ്ജാറും അബൂ തോറാരെയും കശ്മീരിലെ മണ്ണിൽ ചോരപ്പുഴയൊഴുക്കാൻ പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു. ഈ കൊലപാതകികളെ തടയാൻ, ആ വിഷത്തിന്റെ വേരറുക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് ഒരാളെ അയക്കേണ്ടിയിരുന്നു. സ്വന്തം ജീവൻ പണയം വെച്ച് ശത്രുവിന്റെ ഗുഹയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കെൽപ്പുള്ളൊരു പോരാളിയെ. അവിടെയാണ് ക്യാപ്റ്റൻ മോഹിത് ശർമ്മ ഇഫ്തിഖാർ ഭട്ട് എന്ന വേഷപ്പകർച്ചയിലേക്ക് മാറുന്നത്. കശ്മീരിലെ കനത്ത വനങ്ങളും ആഴമേറിയ മലഗുഹകളും ഭീകരരുടെ സുരക്ഷിത താവളങ്ങളായിരുന്നു. അവിടെ ഒളിച്ചിരുന്നുകൊണ്ട് അവർ ഇന്ത്യയ്ക്കും ഇന്ത്യൻ സൈന്യത്തിനുമെതിരായ ഗൂഢാലോചനകൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്നു. അതീവ രഹസ്യമായ രീതിയിലുള്ള അവരുടെ പ്രവർത്തനം മൂലം കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുക എന്നത് സൈന്യത്തിന് വലിയൊരു വെല്ലുവിളിയായി മാറി. ഈ പോരാട്ടം കേവലം ആയുധങ്ങൾ കൊണ്ടുള്ളതല്ല, മറിച്ച് ഒരു മൈൻഡ് ഗെയിമായി മാറിയിരിക്കുന്നു. കാരണം ശത്രു സാധാരണ പൗരന്മാരുടെ ഇടയിൽ തങ്ങളുടെ യഥാർത്ഥ മുഖം മറച്ചുവെച്ചിരിക്കുകയാണ്. പ്രാദേശിക കശ്മീരികൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരെ കണ്ടെത്താൻ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന ശത്രുക്കൾക്ക് നന്നായി അറിയാമായിരുന്നു. അവരെ നേരിടാൻ സൈന്യത്തിനൊരാളെ ആവശ്യമായിരുന്നു. ഭീകരരുടെ ഇടയിൽ ലയിച്ചു ചേരാനും അവരുടെ വിശ്വാസം നേടിയെടുത്ത് ശത്രുപാളയത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് അവരെ വധിക്കാനും കെൽപ്പുള്ളൊരു ധൈര്യ സൈനികൻ. ഈ അതീവ രഹസ്യ ദൗത്യത്തിന് ക്യാപ്റ്റൻ മോഹിത് ശർമ്മയേക്കാൾ മികച്ചൊരാളെ കണ്ടെത്താൻ സൈന്യത്തിന്റെ ഇന്റലിജൻസ് യൂണിറ്റിന് കഴിഞ്ഞില്ല. തിരിച്ചുവരുമെന്നുറപ്പില്ലാത്ത, യാതൊരു പ്രതിഫലവും വാഗ്ദാനം ചെയ്യാത്ത, വീരമൃത്യുവിന് പൂർണ്ണ സാധ്യതയുള്ള ഒരു ദൗത്യം. എന്നാൽ ഈ അപകടങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ മോഹിത് ശർമ്മ ആ വെല്ലുവിളി ഏറ്റെടുത്തു. പദ്ധതിയനുസരിച്ച് മോഹിത് ശർമ്മയ്ക്കൊരു പുതിയ പേര് നൽകപ്പെട്ടു. ഇനി മുതൽ അദ്ദേഹം ഇഫ്തിഖാർ ഭട്ടാണ്. ഹിസ്ബുൽ കമാൻഡർമാരായ അബൂ സബ്ജാറിനെയും അബൂ തോരാരെയും സമീപിക്കുകയാണ് ലക്ഷ്യം. അവരുടെ വിശ്വാസം നേടാനായി മോഹിത് ഒരു കള്ളക്കഥ മെനഞ്ഞു. 3 വർഷം മുൻപൊരേറ്റുമുട്ടലിൽ എന്റെ സഹോദരനെ ഇന്ത്യൻ സൈന്യം കൊന്നു, എനിക്കതിന് പകരം വീട്ടണം. മോഹിത് ശർമ്മ ഒരു കശ്മീരിയായി മാറാൻ തുടങ്ങി. അദ്ദേഹം താടി വളർത്തി, മുടി തോളോളം നീട്ടി, കശ്മീരി വസ്ത്രങ്ങൾ ധരിച്ചു. സൈനികന്റെ ചലനശൈലികൾ പാടെ ഉപേക്ഷിച്ചു. ഡോഗ്രിയും ഉറുദുവും പഠിച്ച അദ്ദേഹം ആരും സംശയിക്കാതിരിക്കാൻ ഖുറാനിലെ വചനങ്ങൾ മനഃപ്പാഠമാക്കി. സ്ഥിരമായി മസ്ജിദിൽ പോകാനും തുടങ്ങി. മാസങ്ങൾ കടന്നുപോയപ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ ഒരു ഇന്ത്യൻ സൈനികനാണെന്ന് ആരും തിരിച്ചറിയാത്ത വിധം മോഹിത് എന്ന വ്യക്തി അപ്രത്യക്ഷമായി. പകരം ഇഫ്തിഖാർ ഭട്ട് ജന്മമെടുത്തു. തലപ്പാവ് ധരിച്ച ഷോപ്പിയിലെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ഗ്രാമീണരോട് തന്റെ സഹോദരന്റെ മരണത്തെക്കുറിച്ചും പ്രതികാരത്തെക്കുറിച്ചും ആവർത്തിച്ചു പറഞ്ഞു. 2 മാസത്തോളം നീണ്ട ഈ നാടകം അവസാനം ലക്ഷ്യം കണ്ടു. ഹിസ്ബുൽ മുജാഹിദീന്റെ ഓവർഗ്രൗണ്ട് വർക്കർമാരുടെ കണ്ണിൽ ഈ യുവാവ് പെട്ടു. ഇന്ത്യൻ സൈന്യത്തോടുള്ള ഇഫ്തിഖാറിന്റെ വെറുപ്പ് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നവർ കരുതി. 2004 മാർച്ച് ഷോപ്പിയയിലെ ഒരു രഹസ്യ ഗ്രാമത്തിൽ വെച്ച്
ഇഫ്തിഖാർ ഭട്ട് എന്ന ക്യാപ്റ്റൻ മോഹിത് ശർമ്മ ആ രണ്ടു ഭീകരരെ നേരിട്ട് കണ്ടുമുട്ടി. അബു സബ്ജാറും അബു തോരാരെയും. പദ്ധതി പ്രകാരം തന്റെ സഹോദരന്റെ മരണവാർത്ത അദ്ദേഹം അവരോട് വൈകാരികമായി വിവരിച്ചു. വിശ്വാസമുറപ്പിക്കാനായി ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ആക്രമിക്കാനുള്ള പദ്ധതിയും അദ്ദേഹം അവർക്ക് മുന്നിൽ വെച്ചു. സൈനിക പട്രോളിംഗിന്റെ രഹസ്യ മാപ്പുകളും മലവഴികളും കാണിച്ചു കൊടുത്തപ്പോൾ ആ ഭീകരർ വിചാരിച്ചിരുന്നില്ല തങ്ങൾ ചെന്നുചാടുന്നത് മരണത്തിന്റെ കയ്യിലേക്കാണെന്ന്. മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിനു ശേഷമാണ് ഇഫ്തിഖാർ ഭട്ട് എന്ന വേഷപ്പകർച്ചയിൽ ക്യാപ്റ്റൻ മോഹിത് ശർമ്മ ആ പദ്ധതി തയ്യാറാക്കിയത്. അതീവ അപകടകരമായ പരീക്ഷണ ഘട്ടമായിരുന്നു അത്. ഭീകരർക്ക് അവന്റെ ഒരു വാക്കിലെങ്കിലും സംശയം തോന്നിയാൽ നിമിഷനേരം കൊണ്ടവന് ജീവൻ നഷ്ടമാകും. പക്ഷേ മോഹിത് ശർമ്മയുടെ തയ്യാറെടുപ്പും അഭിനയവും അത്രത്തോളം തികവുള്ളതായിരുന്നു. പ്രതികാരത്തിന്റെ തീ ജ്വലിക്കുന്ന ആ കഥ ശത്രുക്കൾ പൂർണ്ണമായും വിശ്വസിച്ചു. ആ യുവാവിനെ തങ്ങൾക്കൊരു വലിയ ആയുധമാക്കാമെന്ന് അവർ ഉറപ്പിച്ചു. അബു തോരാരെയും അബു സബ്ജാറും പറഞ്ഞു, നിന്റെ പദ്ധതി കൊള്ളാം, നമ്മളിത് നടപ്പിലാക്കും. പക്ഷേ തയ്യാറെടുപ്പിനായി നമുക്ക് കുറച്ചു ദിവസം അപ്രത്യക്ഷരാവാം. അപ്പോൾ മോഹിത് ശർമ്മ നൽകിയ മറുപടി അവരെ കൂടുതൽ സ്വാധീനിച്ചു. അല്പം അഹങ്കാരത്തോടെ അദ്ദേഹം പറഞ്ഞു, സഹോദര, നിങ്ങൾ പിന്തുണച്ചാലും ഇല്ലെങ്കിലും ദൗത്യം പൂർത്തിയാക്കാതെ ഞാൻ ഈ ഗ്രാമം വിട്ടുപോകില്ല. ഇന്ത്യൻ സൈന്യത്തോടുള്ള ഇത്ര വലിയ വെറുപ്പും വാശിയും കണ്ടപ്പോൾ എന്തു വില കൊടുത്തും ദൗത്യം പൂർത്തിയാക്കാൻ തയ്യാറായ ഈ യുവാവിനെ അവർക്ക് സംശയിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല. ആ നിമിഷം അവർ മോഹിത് ശർമ്മയെ ഒരുക്കിയ കുടുക്കിൽ പൂർണ്ണമായും വീണിരുന്നു. അവർ ചെയ്ത ആ പിഴവിന്റെ വില മരണമായിരുന്നു. അവർ മോഹിത് ശർമ്മയെ തങ്ങളുടെ ഏറ്റവും സുരക്ഷിതമായ ഒളിതാവളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അടുത്ത 2 ആഴ്ച മോഹിത് ശർമ്മ അവരൊപ്പം കഴിഞ്ഞു. അവർ അവനെ ആയുധങ്ങൾ കൈകാര്യം ചെയ്യാൻ പരിശീലിപ്പിച്ചു. ആ സമയം കൊണ്ട് അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ, ആശയവിനിമയ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ചോർത്തിയെടുത്തു. ഒടുവിൽ ഇന്ത്യൻ സൈന്യത്തിനുമേൽ നടത്തേണ്ട ആ വലിയ ആക്രമണത്തിന്റെ രൂപരേഖ അതേ ഒളിതാവളത്തിൽ വെച്ച് തയ്യാറായി. പദ്ധതി വ്യക്തമായിരുന്നു. കഴിയുന്നത്ര ഇന്ത്യൻ സൈനികരെ കൊലപ്പെടുത്തണം. ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനായി അവർ നിയോഗിച്ചത് ഇഫ്തിഖാർ എന്ന മോഹിത് ശർമ്മയെ തന്നെയാണ്. അന്ന് രാത്രി ഗ്രനേഡുകൾ എത്തിച്ചേരും. അടുത്ത ദിവസം രാവിലെ 3 ഭീകരർ കൂടി അവരൊപ്പം ചേരും. ഉച്ചയോടെ ആക്രമണം തുടങ്ങണം. ഇതായിരുന്നു തീരുമാനം. എന്നാൽ ആ നിമിഷം തോരാരയുടെ മനസ്സിൽ ഒരു സംശയത്തിന്റെ കനൽ കോരിയിട്ടു. ജനലിലൂടെ പുറത്തേക്ക് നോക്കി അവൻ സബ്ജാറിനോട് മന്ത്രിച്ചു, എന്തോ ശരിയല്ലെന്ന് തോന്നുന്നു. അവൻ പറയുന്ന കഥയല്ലാതെ മറ്റെന്താണ് നമുക്ക് അവനെക്കുറിച്ചറിയുക? അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈകളിൽ 3 ഗ്ലാസ് കാവയുമായി ഇഫ്തിഖാർ ആ മുറിയിലേക്ക് വന്നത്. അവന്റെ മുഖം ശാന്തമായിരുന്നു. 3 പേരുടെയും കയ്യിൽ AK-47 റൈഫിലുകൾ ഉണ്ടായിരുന്നെങ്കിലും മോഹിത് ശർമ്മയുടെ തോക്ക് അവന്റെ തോളിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. മിനിറ്റുകൾ നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം തോരാര മോഹിത് ശർമ്മയുടെ മുട്ടിനു മുകളിൽ കൈവച്ച് ചോദിച്ചു, ഇഫ്തിഖാർ, ഞാൻ നിന്നോട് ഒരിക്കൽ മാത്രം ചോദിക്കുകയാണ്, നീ ആരാണ്? പെട്ടെന്ന് ഇഫ്തിഖാർ തന്റെ ഗ്ലാസ് താഴെ വച്ചു. തോളിലിരുന്ന റൈഫിൾ എടുത്ത് തോരാരയ്ക്ക് നേരെ നീട്ടി അവൻ പറഞ്ഞു, സഹോദര, എന്നെ സംശയമാണെങ്കിൽ ഇതാ ഈ തോക്കെടുത്ത് എന്നെ വെടിവെച്ചു കൊന്നോളൂ. തോരാര അമ്പരന്നുപോയി. അവൻ സബ്ജാറിന് നേരെ തിരിഞ്ഞ ആ നിമിഷം ഇഫ്തിഖാർ തന്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന 9mm പിസ്റ്റൽ പുറത്തെടുത്തു. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ 2 വെടിയുണ്ടകൾ ആ കമാൻഡോമാരുടെ തല തുളച്ചുകയറി. ഭീകരർ വീണു. ആ 2 കൊലപാതകികളെയും വധിച്ച ശേഷം അവിടെ ഒന്നും സംഭവിക്കാത്തതുപോലെ മോഹിത് ശർമ്മ ആ കുന്നിൻ മുകളിൽ ശാന്തനായിരുന്നു. തന്റെ കാവയുടെ ബാക്കി ഭാഗം അദ്ദേഹം ആസ്വദിച്ചു കുടിച്ചു തീർത്തു. മാസങ്ങൾ നീണ്ട കഠിനാധ്വാനം ലക്ഷ്യം കണ്ടിരിക്കുന്നു. ഹിസ്ബുൽ മുജാഹിദീന്റെ 2 പ്രമുഖ കമാൻഡോമാരെ ഇല്ലാതാക്കുക മാത്രമല്ല, ആ ഭീകര സംഘടനയുടെ വേരറുക്കാൻ സഹായിക്കുന്ന നിർണായകമായ പല വിവരങ്ങളും അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിന് കൈമാറി. അടുത്ത ദിവസം രാവിലെ ഇഫ്തിഖാർ ഭട്ട് വീണ്ടും ക്യാപ്റ്റൻ മോഹിത് ശർമ്മയായി മാറി. ബേസ് ക്യാമ്പിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ആ ദീർഘമായ രാത്രിയുടെ ക്ഷീണം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു. പക്ഷേ ആ കണ്ണുകളിൽ ഓരോ പാരാ കമാൻഡോയുടെയും മുഖമുദ്രയായ ആ വിജയത്തിളക്കം തെളിഞ്ഞു നിന്നു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ തമാശയായി പറഞ്ഞു, മോഹിത്, ഈ വേഷം ഇങ്ങനെ തുടർന്നാൽ അടുത്ത തവണ നമ്മുടെ സൈന്യം തന്നെ നിന്നെ പിടിക്കും. ആ തമാശ കേട്ട് ചിരിച്ചുകൊണ്ട് മോഹിത് ശർമ്മ നൽകിയ മറുപടി ഇന്നും ചരിത്രത്തിൽ മുഴങ്ങുന്നു, എനിക്ക് മരണം സംഭവിക്കാം, പക്ഷേ ഞാൻ ഒരിക്കലും പിടിക്കപ്പെടില്ല. 2004-ൽ അദ്ദേഹത്തിന്റെ ധൈര്യത്തിന് ആർമി മെഡൽ നൽകി രാജ്യം ആദരിച്ചു. 2 മാസത്തിനു ശേഷം ആദ്യമായി അവധി ലഭിച്ച മോഹിത് ഗാസിയാബാദിലെ തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. റെയിൽവേ സ്റ്റേഷനിൽ സഹോദരൻ മധുവും മാതാപിതാക്കളും കാത്തുനിന്നു.
യൂണിഫോമിൽ വരുന്ന മോഹിത്തിനെ അവർ എല്ലായിടത്തും തിരഞ്ഞു. ഒടുവിൽ പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന നീണ്ട താടിയുള്ള ഒരാൾ മധുവിനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ആദ്യം ശ്രദ്ധിച്ചില്ലെങ്കിലും സൂക്ഷിച്ചു നോക്കിയ മധു അത്ഭുതപ്പെട്ടുപോയി. അത് മറ്റാരുമല്ലായിരുന്നു, ഇഫ്തിഖാർ ഭട്ടായി ജീവിച്ച തന്റെ പ്രിയ സഹോദരൻ മോഹിത് ശർമ്മയായിരുന്നു. സ്വന്തം കുടുംബത്തിനു പോലും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അദ്ദേഹം ആ വേഷത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. 2004 നവംബറിൽ മേജർ ഋഷിമ ശർമ്മയെ വിവാഹം കഴിച്ചതോടെ മോഹിത് അല്പം ശാന്തനാകുമെന്ന് മാതാപിതാക്കൾ കരുതി. എന്നാൽ ഒരു സൈനികന്റെ ആത്മാവ് എപ്പോഴും യുദ്ധഭൂമിയിലായിരിക്കുമെന്ന് അവർ അറിഞ്ഞില്ല. 2005 അദ്ദേഹത്തിന് മേജർ പദവി ലഭിച്ചു. 2008 ഒക്ടോബറിൽ കാശ്മീരിൽ ഭീകരത വീണ്ടും തലപൊക്കിയപ്പോൾ മേജർ മോഹിത് ശർമ്മയെ രാജ്യം വീണ്ടും അവിടേക്ക് വിളിച്ചു. മഞ്ഞുമൂടിയ മലനിരകളിൽ 5 മാസത്തോളം നീണ്ട അതികഠിനമായ തിരച്ചിലുകൾ ടീമിനെ ശാരീരികമായും മാനസികമായും തളർത്തുന്നതായിരുന്നു. 2009 മാർച്ച് 20 കുപ്വാരയിലെ ബേസിലിരിക്കുമ്പോൾ സെക്ടർ കമാൻഡറുടെ അടിയന്തര ഫോൺ കോൾ എത്തി. പരിശീലനം ലഭിച്ച ഭീകരർ അതിർത്തി കടന്ന് ഹഫുദയിലെ ഇടതൂർന്ന കാടുകളിൽ പ്രവേശിച്ചിരിക്കുന്നു. ആ വാർത്ത കേട്ട നിമിഷം മോഹിത്തിന്റെ കണ്ണുകളിൽ ആ പഴയ തീപ്പൊരി വീണ്ടും തെളിഞ്ഞു. ഒരു നിമിഷം പോലും വൈകാതെ അദ്ദേഹം തന്റെ ടീമിനെ തയ്യാറാക്കി ഹഫുദയിലേക്ക് കുതിച്ചു. 2009 മാർച്ച് 21 അവിടെ സൂര്യപ്രകാശം പോലും നിലത്തേക്ക് എത്താൻ ബുദ്ധിമുട്ടായിരുന്നു. അത് വെറുമൊരു കാട് മാത്രമല്ല, ശത്രുക്കളുടെ ഒരു ഗുഹയുമായിരുന്നു. കൊടും തണുപ്പും മഞ്ഞും വീണ മരങ്ങളും മഞ്ഞുമൂടിയ പാതകൾ, തണുത്ത കാറ്റുകൾ എന്നിവയും അവരുടെ മുന്നിലുള്ള വലിയ വെല്ലുവിളികളായിരുന്നു. അവർ ശത്രുക്കളോട് മാത്രമല്ല, പ്രകൃതിയുടെ ഭീകരമായ വെല്ലുവിളികളോടും പോരാടേണ്ടി വരുമെന്ന് അവർക്കറിയാമായിരുന്നു. ഹഫുദയിലെ കൊടുംകാട്ടിൽ മേജർ മോഹിത് ശർമ്മ തന്റെ ടീമിനെ 3 സംഘങ്ങളായി വിഭജിച്ചു. മഞ്ഞിൽ പതിഞ്ഞ ഭീകരരുടെ കാലടയാളങ്ങൾ പിന്തുടർന്ന് അവർ മുന്നോട്ട് നീങ്ങി. പെട്ടെന്നായിരുന്നു ആ പ്രത്യാഘാതം. ഭീകരർ നേരത്തെ തന്നെ അവിടെ ഒരു ചതിക്കുഴി ഒരുക്കിയിരുന്നു. 3 വശങ്ങളിൽ നിന്നും ഇന്ത്യൻ സൈനികർക്ക് നേരെ വെടിയുണ്ടകൾ വർഷിച്ചു. ശത്രുക്കളുടെ കയ്യിൽ സൈന്യത്തേക്കാൾ കൃത്യതയുള്ള മാപ്പുകൾ ഉണ്ടായിരുന്നു. സ്ഥിതിഗതികൾ വഷളാകുന്നത് കണ്ട മേജർ മോഹിത് ശർമ്മ തന്റെ സഹസൈനികരോട് ഉടൻ പിൻവാങ്ങി മറഞ്ഞു നിൽക്കാൻ ഉത്തരവിട്ടു. ഒരു കോൺസ്റ്റബിൾ അദ്ദേഹത്തോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ ധീരൻ പറഞ്ഞു, "നീ ആദ്യം പോകൂ, ഞാൻ പിന്നെ വരാം." സ്വന്തം ജീവനേക്കാൾ സഹപ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് അദ്ദേഹം വില നൽകി. ശത്രുക്കളെ ലക്ഷ്യമാക്കി അദ്ദേഹം അനിയന്ത്രിതമായി വെടിയുതിർത്തു. വെടിവെപ്പിനിടയിൽ ഒരു വെടിയുണ്ട അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തറച്ചു കയറി. പക്ഷേ പോരാട്ടം നിർത്തിയില്ല. അദ്ദേഹം ഒരു തുണി കൊണ്ട് മുറിവ് കെട്ടിപ്പിടിപ്പിച്ച് വീണ്ടും വെടിവെക്കാൻ തുടങ്ങി. തുടർച്ചയായി വെടിയുതിർത്ത് തന്റെ സംഘം പിൻവാങ്ങി പുനഃസംഘടിപ്പിച്ച് ആക്രമിക്കാൻ അവസരം നൽകുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഈ സമയത്ത് ലാൻസ് നായിക് സുഭാഷ് MGL ഉപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിനും വെടിയേറ്റ് പരിക്കേറ്റു. ഈ സാഹചര്യത്തിൽ മേജർ മോഹിത് ശർമ്മ തന്നെ മുന്നോട്ട് വന്ന് ആ MGL ഏറ്റെടുത്ത് ഭീകരർക്കെതിരെ ശക്തമായി വെടിയുതിർക്കാൻ തുടങ്ങി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ 4 ഭീകരർ അവരുടെ വെടിവെപ്പ് പരിധിയിൽ കുടുങ്ങി അവിടെ തന്നെ കൊല്ലപ്പെട്ടു. എന്നാൽ മേജർ മോഹിത് തന്റെ സംഘത്തിലേക്ക് മടങ്ങുന്നതിനിടയിൽ മറ്റൊരു വെടിയുണ്ട അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തട്ടി. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിന്റെ പരിരക്ഷയില്ലാത്ത ഭാഗത്താണ് ആ വെടിയുണ്ട പതിച്ചത്. ഇത് അദ്ദേഹത്തിന്റെ ചലനങ്ങളെ അല്പം മന്ദഗതിയിലാക്കി. അദ്ദേഹം സഹസൈനികരോട് പറഞ്ഞു, "എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് ചെറിയൊരു മുറിവ് മാത്രമാണ്. നിങ്ങൾ വെടിവെപ്പ് തുടർന്നുകൊണ്ടിരിക്കൂ." ഗുരുതരമായി പരിക്കേറ്റിട്ടും ഒരു മരത്തിന്റെ മറവിലിരുന്ന് അദ്ദേഹം ശത്രുക്കളെ തടഞ്ഞു നിർത്തി. രക്തം വാർന്ന ശരീരം തളർന്നു തുടങ്ങുമ്പോഴും അദ്ദേഹത്തിന്റെ വിരലുകൾ തോക്കിന്റെ ട്രിഗറിൽ തന്നെയായിരുന്നു. റേഡിയോയിലൂടെ അദ്ദേഹം തന്റെ യൂണിറ്റിന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. എന്ത് സംഭവിച്ചാലും വെടിവെപ്പ് നിർത്തരുത്. പതുക്കെ ആ ശബ്ദമിടറി. കണ്ണുകൾ തുറന്നു തന്നെയായിരുന്നെങ്കിലും ആ ശരീരം നിശ്ചലമായി. 1 പാരാ SF-ന്റെ ബേസ് ക്യാമ്പിലേക്ക് ആ സന്ദേശമെത്തി. മേജർ മോഹിത് ശർമ്മയ്ക്ക് പരിക്കേറ്റിരിക്കുന്നു, അദ്ദേഹം നിശ്ചലനാണ് എന്ന സന്ദേശമെത്തിയപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥർ ആദ്യം അത് വിശ്വസിച്ചില്ല. എന്നാൽ മറുപടിയെത്തി.
അദ്ദേഹത്തിന് ഇനി നീങ്ങാനോ സംസാരിക്കാനോ കഴിയുന്നില്ല. അതെ, കേവലം 31 വയസ്സിൽ ഭാരതാംബയുടെ ആ ധീരപുത്രൻ ഹഫുദയിലെ കാടുകളിൽ വീരമൃത്യു വരിച്ചു. 5 ദിവസം നീണ്ട ആ പോരാട്ടത്തിൽ മോഹിത് ശർമ്മയുൾപ്പെടെ 8 സൈനികർ ജീവൻ വെടിഞ്ഞു. പക്ഷേ അവർ 17 ഭീകരരെ വധിച്ച ശേഷമാണ് ആ മണ്ണിൽ വീണത്. ഇന്ന് മേജർ മോഹിത് ശർമ്മ നമ്മോടൊപ്പമില്ല. പക്ഷേ ഓരോ ഇന്ത്യൻ സൈനികന്റെയും ഉള്ളിൽ ആ പേര് ഒരഗ്നിയായി ജ്വലിക്കുന്നു. അദ്ദേഹത്തിന്റെ അത്യുജ്വലമായ ത്യാഗത്തിന് മരണാനന്തര ബഹുമതിയായി രാജ്യം അശോകചക്രം നൽകി ആദരിച്ചു. ഗാസിയാബാദിലെ മെട്രോ സ്റ്റേഷനും അവിടുത്തെ പ്രധാന പാതകളും ഇന്ന് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു. 2021 രാജേന്ദ്രനഗറിൽ അദ്ദേഹത്തിന്റെ പ്രതിമ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ആ പ്രതിമയ്ക്കരികിലൂടെ കടന്നുപോകുന്ന ഓരോ ഇന്ത്യക്കാരനും ഒരു കാര്യം ഓർക്കുന്നു: നാം നമ്മുടെ വീടുകളിൽ സമാധാനത്തോടെ ഉറങ്ങുന്നത് മോഹിത് ശർമ്മയെപ്പോലുള്ള ധീരന്മാർ തങ്ങളുടെ സർവസ്വവും ത്യാഗം ചെയ്ത് അതിർത്തികളിൽ കാവൽ നിൽക്കുന്നതുകൊണ്ടാണ്. മേജർ മോഹിത് ശർമ്മ, ചരിത്രം നിങ്ങളെ മറക്കില്ല. ഭാരതത്തിന്റെ ഈ വീരപുത്രന് പ്രണാമം.